നോളജ് ക്ലൗഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2020 ഒക്ടോബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് പാർട്ട് 7 ആണ്. ഒന്നാമത്തെ ചോദ്യം, ഫ്യൂച്ചർ ജോബ് റിപ്പോർട്ട് 2020 ഏത് സംഘടനയാണ് അടുത്തിടെ പുറത്തിറക്കിയത്? ആൻസർ, ലോക സാമ്പത്തിക ഫോറം, വേൾഡ് എക്കണോമിക് ഫോറം. ഫ്യൂച്ചർ ജോബ് റിപ്പോർട്ട് 2020 ഏത് സംഘടനയാണ് അടുത്തിടെ പുറത്തിറക്കിയത്? ആൻസർ, ലോക സാമ്പത്തിക ഫോറം, വേൾഡ് എക്കണോമിക് ഫോറം. ഭാവിയിലെ ജോലികളും കഴിവുകളും മാപ്പ് ചെയ്യുക, മാറ്റത്തിൻ്റെ വേഗത നിരീക്ഷിക്കുക, 2020 പാൻഡമിക് സംബന്ധമായ തടസ്സങ്ങളെക്കുറിച്ച് വെളിച്ചം വീശുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. രണ്ടാമത്തെ ചോദ്യം, രാഷ്ട്രീയ ഏകതാ ദിവസ് അല്ലെങ്കിൽ ദേശീയ ഐക്യദിനം എന്നാണ്? ആൻസർ, ഒക്ടോബർ 31. രാഷ്ട്രീയ ഏകതാ ദിവസ് അല്ലെങ്കിൽ ദേശീയ ഐക്യദിനം എന്നാണ്. ആൻസർ, ഒക്ടോബർ 31. സർദാർ വല്ലഭഭായ് പട്ടേലിൻ്റെ ജന്മവാർഷികമാണ് ഈ ദിവസം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യകാലത്ത് ഇന്ത്യൻ യൂണിയനുമായി സഖ്യമുണ്ടാക്കാൻ നിരവധി നാട്ടുരാജ്യങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ പട്ടേൽ നിർണായക പങ്കുവഹിച്ചിരുന്നു. മൂന്നാമത്തെ ചോദ്യം, അടുത്തിടെ നെതർലാൻഡ്സ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകർ മനുഷ്യ ശരീരത്തിൽ തൊണ്ടയുടെ മുകൾ ഭാഗത്ത് കണ്ടെത്തിയ പുതിയ ഉമിനീർ ഗ്രന്ഥി ഏതാണ്? ആൻസർ, ട്യൂബേറിയൽ ഗ്ലാൻസ്. അടുത്തിടെ നെതർലാൻഡ്സ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകർ മനുഷ്യ ശരീരത്തിൽ തൊണ്ടയുടെ മുകൾ ഭാഗത്ത് കണ്ടെത്തിയ പുതിയ ഉമിനീർ ഗ്രന്ഥി ഏതാണ്? ആൻസർ, ട്യൂബേറിയൽ ഗ്ലാൻസ്. നാലാമത്തെ ചോദ്യം, പൊതുമേഖലാ സ്ഥാപനമായ കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡിൽ നിന്നുള്ള കേരള നീം ജി ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ അടുത്തിടെ ഏത് രാജ്യത്തേക്കാണ് കയറ്റുമതി ചെയ്തത്? ആൻസർ, നേപ്പാൾ. പൊതുമേഖലാ സ്ഥാപനമായ കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡിൽ നിന്നുള്ള കേരള നീം ജി ഇലക്ട്രിക്കൽ ഓട്ടോറിക്ഷകൾ അടുത്തിടെ ഏത് രാജ്യത്തേക്കാണ് കയറ്റുമതി ചെയ്തത്? ആൻസർ, നേപ്പാൾ. കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ് പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ആറാലുംമൂട്, തിരുവനന്തപുരം ജില്ല. അഞ്ചാമത്തെ ചോദ്യം, റിസർവ് ബാങ്കിന്റെ സമീപകാല വിജ്ഞാപന പ്രകാരം 1 ട്രില്യൺ ഓൺ ടാപ്പ് TLTROയിൽ നിന്ന് സ്വരൂപിച്ച പണം എത്ര മേഖലകളിൽ വിന്യസിക്കാൻ ബാങ്കുകൾക്ക് കഴിയും? ആൻസർ, 6 മേഖലകളിൽ. റിസർവ് ബാങ്കിന്റെ സമീപകാല വിജ്ഞാപന പ്രകാരം 1 ട്രില്യൺ ഓൺ ടാപ്പ് TLTROയിൽ നിന്നും സ്വരൂപിച്ച പണം എത്ര മേഖലകളിൽ വിന്യസിക്കാൻ ബാങ്കുകൾക്ക് കഴിയും? ആൻസർ, 6 മേഖലകളിൽ. കൃഷി, കാർഷിക മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ, സുരക്ഷിത ചില്ലറ വ്യാപാരം, ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ, ഔഷധങ്ങൾ, ഫാർമസ്യൂട്ടിക്കൽസ്, ആരോഗ്യ പരിപാലനം എന്നിവയൊക്കെയാണ് 6 മേഖലകൾ. എന്താണ് TLTRO അല്ലെങ്കിൽ ടാർഗറ്റഡ് ലോങ് ടേം റെപ്പോ ഓപ്പറേഷൻസ്? പുതുക്കിയ ദീർഘകാല റിപ്പോ പ്രവർത്തനങ്ങൾക്ക് കീഴിൽ ചെറുകിട ഇടത്തരം ബാങ്കിംഗ് ഇതര ധനകാര്യ കമ്പനികളും മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളും നൽകിയ പേപ്പറുകളിൽ നിക്ഷേപിക്കുന്ന ബാങ്കുകൾക്ക് മുൻഗണനാടിസ്ഥാനത്തിൽ ആശ്വാസം നൽകുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ആറാമത്തെ ചോദ്യം, 2020 ഒക്ടോബറിൽ ഏത് കേന്ദ്ര മന്ത്രാലയമാണ് E30 ജിയോ പോർട്ടൽ ആരംഭിച്ചത്? ആൻസർ, ഭവന നഗരകാര്യ മന്ത്രാലയം. 2020 ഒക്ടോബറിൽ ഏത് കേന്ദ്ര മന്ത്രാലയമാണ് E30 ജിയോ പോർട്ടൽ ആരംഭിച്ചത്? ആൻസർ, ഭവന നഗരകാര്യ മന്ത്രാലയം. E30 ജിയോ പോർട്ടൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിലെ മാപ്പുകൾ, വാണിജ്യ വ്യവസായ പാഠപദ്ധതികൾ എന്നിവ പോലുള്ള ലീഗസി ഡ്രോയിങ്ങുകളെ സംയോജിപ്പിക്കും. അതുപോലെ ഭൂമിശാസ്ത്രപരമായ വിവരശേഖരണ സിസ്റ്റം പ്രവർത്തനക്ഷമമാക്കാൻ ഉപകരിക്കുകയും ചെയ്യും. കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രി ഹർദീപ് സിംഗ് പുരിയാണ്. ഏഴാമത്തെ ചോദ്യം, ദേശീയ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷന്റെ ഏത് ഘട്ടമാണ് 2021 ജനുവരി മുതൽ ആരംഭിക്കുക? ആൻസർ, 3-ാം ഘട്ടം. ദേശീയ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷന്റെ ഏത് ഘട്ടമാണ്
2021 ജനുവരി മുതൽ ആരംഭിക്കുക? ആൻസർ മൂന്നാം ഘട്ടം. കമ്പ്യൂട്ടിംഗ് വേഗത 45 പെറ്റാഫ്ലോപ്പുകളിലേക്ക് ഉയർത്താൻ ഈ ദൗത്യത്തിന് കഴിയും. 4500 കോടി രൂപയുടെ ഈ പദ്ധതി രാജ്യത്തൊട്ടാകെയുള്ള 50ഓളം സൂപ്പർ കമ്പ്യൂട്ടറുകൾ 3 ഘട്ടങ്ങളായി പ്രവർത്തിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു. എട്ടാമത്തെ ചോദ്യം. കേരളത്തിലെ ആദ്യ ഇക്കോ സെൻസിറ്റീവ് ആസ്ട്രോ ടൂറിസം പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? ആൻസർ മഞ്ഞും പൊതിക്കുന്ന്, കാസർഗോഡ്. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ സെൻസിറ്റീവ് ആസ്ട്രോ ടൂറിസം പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? ആൻസർ മഞ്ഞും പൊതിക്കുന്ന്, കാസർഗോഡ് ജില്ല. രാത്രികാല നക്ഷത്രങ്ങളെയും ആകാശ കാഴ്ചകളെയും ആസ്വദിക്കാനും നിരീക്ഷിക്കാനുമുള്ള പദ്ധതിയാണിത്. ഒമ്പതാമത്തെ ചോദ്യം. സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി ഏത് സംസ്ഥാനം അടുത്തിടെ മിഷൻ ശക്തി ക്യാമ്പയിൻ ആരംഭിച്ചു? ആൻസർ ഉത്തർപ്രദേശ്. സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി ഏത് സംസ്ഥാനം അടുത്തിടെ മിഷൻ ശക്തി ക്യാമ്പയിൻ ആരംഭിച്ചു? ആൻസർ ഉത്തർപ്രദേശ്. സംസ്ഥാനത്ത് സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രചാരണമാണ് മിഷൻ ശക്തി. പത്താമത്തെ ചോദ്യം. സ്റ്റേറ്റ് ഓഫ് ഗ്ലോബൽ എയർ റിപ്പോർട്ട് 2020 അനുസരിച്ച് 2019 ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ വായു മലിനീകരണം രേഖപ്പെടുത്തിയ രാജ്യം ഏതാണ്? ആൻസർ ഇന്ത്യ. സ്റ്റേറ്റ് ഓഫ് ഗ്ലോബൽ എയർ റിപ്പോർട്ട് 2020 അനുസരിച്ച് 2019 ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ വായു മലിനീകരണം രേഖപ്പെടുത്തിയ രാജ്യം ഏതാണ്? ആൻസർ ഇന്ത്യ. സ്റ്റേറ്റ് ഓഫ് ഗ്ലോബൽ എയർ റിപ്പോർട്ട് 2020. ഹെൽത്ത് എഫക്ട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇത് പുറത്തിറക്കുന്നത്. മരണത്തിനുള്ള ഏറ്റവും വലിയ അപകട ഘടകമാണ് വായു മലിനീകരണം എന്ന് റിപ്പോർട്ട് സമർത്ഥിക്കുന്നു. നവജാത ശിശുക്കളിൽ ആഗോള മലിനീകരണത്തിന്റെ സ്വാധീനത്തെക്കുറിച്ചുള്ള ആദ്യത്തെ സമഗ്ര വിശകലനമാണിത്.